എക്സ്പെൻസീവായ ഡിപ്പും എക്സ്പെൻസീവായ സോസും ഒന്നും ഇല്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇതേപോലെ ഒരു ക്രീമി പാസ്ത റെഡിയാക്കിയാലോ? സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട്. ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സവാള വളരെ ചെറുതായി ചോപ്പ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള നന്നായിട്ട് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. സവാള ഒന്ന് കളർ മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 5 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്. വെളുത്തുള്ളി ഒന്ന് വെന്ത് വരുന്നത് വരെ 30 സെക്കൻഡോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഫ്ലെയിം ലോയിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഒഴിച്ചു കൊടുക്കാൻ. 2 ടേബിൾ സ്പൂൺ മയോണൈസ് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 ചീസിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കുക. ചീസ് കൂടി ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഒരു വാം കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒരു 15 സെക്കൻഡോളം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത ശേഷം അതിലേക്ക് 100 to 120 ml സാധാ ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. മിൽക്കൊക്കെ ചേർത്ത് ഇത് നല്ല തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 200 ഗ്രാം പെനി പാസ്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാസ്ത ബോയിൽ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ വെള്ളവും ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ച് ബോയിൽ ചേർത്തതാണ്. പാസ്ത ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പാസ്ത ചേർത്ത് ഇത് നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ വീണ്ടും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഹോട്ടൽ സ്റ്റൈൽ പാസ്ത റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും കീപ് കുക്കിംഗ്, കീപ് സ്മൈലിംഗ്.